ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. ഇപ്പോൾ ഡിപ്ലോമ ഇൻ മെഹന്തിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കുകളും അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായതുകൊണ്ടാണ് എനിക്ക് കുറച്ചായിട്ട് മെഹന്തിൻ്റെ ക്ലാസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വാട്സപ്പിലും കമൻറ്റിലൊക്കെ ഞാൻ കണ്ടു എന്താണ് ക്ലാസ് ബാക്കി ഇടാത്തത് എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഒരു ലൈക്കും കൊടുക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ചെയ്തത്, അതേ സെയിം തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളെ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മൈലാഞ്ചി ഇടാനും ഒരു മെഹന്തി ആർട്ടിസ്റ്റായിട്ട് മാറാനും കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഹെന്ന ഫ്ലോറൽസിലെ 13ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഒന്നും വേണ്ട അത് പ്രാക്ടീസ് ചെയ്യാൻ. ഒരു കോണ്, അതുപോലെ തന്നെ ഒരു ലാമിനേഷൻ ചെയ്ത A4 ഷീറ്റ് ലാമിനേഷൻ ചെയ്തൊക്കെ, അല്ലെങ്കിൽ നമ്മൾ OHP ഷീറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് അങ്ങനെയും നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ മെഹന്തി ഒന്ന് തെറ്റുന്ന സമയത്ത് തുടക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഒരു പേപ്പറും നമുക്ക് വേണം. അപ്പോൾ ഇത്രയും മതി നമുക്ക് മെഹന്തി പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ഇത് ഞാനിങ്ങനെ ലാമിനേഷൻ ചെയ്തതാണ്, നമ്മൾ ബ്രൈഡലിൻ്റെ ഡിസൈനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ലാമിനേഷൻ ചെയ്തൊരു A3യുടെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ A4 എടുത്തിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നമുക്ക് ഇന്ന് ബേസിക് ഹെന്ന ഫ്ലോറൽസിൽ 13ാമത്തെ ഫ്ലോറിൽ നോക്കാം. നമ്മൾ ബേസിക് ഹെന്ന എലമെൻറ്റ്സ് മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മെഹന്തി ഡിസൈൻസ് എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും ഒരുപാട് ഡിസൈൻസ് പുതിയത് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസും ആദ്യമേ ഉള്ള ഡിസൈൻസും ഒക്കെ നമ്മളിതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫ്ലോറിൽ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് തന്നെ സേളാണ് വരയ്ക്കുന്നത്. സേള് വരയ്ക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിന് പെറ്റൽസ് കൊടുക്കണം. ഞാനിവിടെ 5 പെറ്റൽസാണ് ഈ ഒരു സേളിന് ചുറ്റുമായിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ 5 പെറ്റൽസ് കൊടുക്കുന്നുണ്ട്. ശേഷം ആ പെറ്റൽസിനെ ഒന്ന് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഔട്ടർ ലൈൻ വരച്ചിട്ട് ഇതുപോലെ ബോൾഡാക്കി കൊടുക്കാം. അതല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കിത് ജസ്റ്റ് ബോൾഡ് ചെയ്തുകൊണ്ട് മെഹന്തി കോണ് പ്രഷർ ചെയ്തുകൊണ്ട് ബോൾഡാക്കി കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഔട്ടർ ലൈൻ വരച്ചിട്ടാണ് ബോൾഡാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വേറൊരു പെറ്റലാണ് വരച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ പെറ്റൽ വരയ്ക്കുമ്പോൾ നല്ല കട്ടിയിലൊന്നും വരയ്ക്കരുത്, തിന്നായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. എപ്പോൾ മെഹന്തി ഇടുന്ന സമയത്തും നമ്മൾ തിന്നായിട്ട് വേണം ലൈൻസൊക്കെ വരയ്ക്കാൻ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അതിന് ചുറ്റും പെറ്റൽസ് കൊടുത്ത് നമുക്ക് അതും ഒന്ന് ബോൾഡാക്കി കൊടുക്കാം. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഔട്ടർ ലൈന് കൊടുത്തിട്ട് ബോൾഡാക്കാം, അതല്ലാതെ ഡയറക്റ്റായിട്ട് ബോൾഡാക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അതായത് മെഹന്തി ഒന്ന് പ്രഷർ ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ ഇത് ഞാനിങ്ങനെ വരച്ചിട്ടാണ് ബോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇനി നമ്മൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആ 5 പെറ്റൽസും നമുക്ക് ബോൾഡാക്കി കൊടുക്കാം. ഞാനിവിടെ സിങ്ങാണ് കേട്ടോ അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ മെഹന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ആയിട്ടൊക്കെ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് 13ാമത്തെ ഫ്ലോറിൽ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലോറൽസ് വരച്ച് നോക്കാം. അതായത് ആദ്യം സേള് വരയ്ക്കുക, നമ്മളിപ്പോൾ വരച്ചതുപോലെയുള്ള 5 പെറ്റൽസ് വരയ്ക്കുക. ഈ ഒരു രീതിയിൽ ഈ ഒരു ഫ്ലോറിൽ തന്നെ വരച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്കത് ഒന്ന് ബോൾഡാക്കി കൊടുക്കുക. കണ്ടില്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നമ്മൾ മുകളിൽ വരച്ച അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഔട്ടർ ലൈന് ഇതിൻ്റെ അടുത്ത് പെറ്റലായിട്ട് വരച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് ബോൾഡാക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഡയറക്റ്റായിട്ട് ബോൾഡ് ചെയ്യണത് കണ്ടില്ലേ, നമ്മൾ ഔട്ടർ ലൈന് വരക്കാതെ ഇങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഔട്ടർ ലൈൻ വരക്കാതെ ബോൾഡ് ചെയ്യണത് പറഞ്ഞത് കേട്ടോ. അതുപോലെ പ്രഷർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് അടുത്ത സേള് വരച്ച് കൊടുക്കുക. അവിടെ നമ്മൾ 3 പെറ്റൽസാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. 3 അതല്ലെങ്കിൽ 4 പെറ്റൽസ് വരക്കുന്ന രീതിയിൽ സേള് വരച്ചിട്ട് അങ്ങനെയും വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പെറ്റൽസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അടുത്ത പെറ്റലായിക്കൊണ്ട് മുകളിലായിക്കൊണ്ട് ഇതുപോലെ വരച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗവും വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അടുത്ത സേള് വരച്ച് കൊടുക്കാം. അതിലും നമുക്ക് 3 പെറ്റൽസാണ് കേട്ടോ വരച്ച് കൊടുക്കേണ്ടത്.
എന്നിട്ട് അത് ബോൾഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത പെറ്റൽസ് അതിന് മുകളിലായിട്ട് കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലോറിൽ വരച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച എലമെൻറ്റ്സ് ഒക്കെ ഒന്ന് ചേർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വൈൻസ് കൊടുക്കാം. കുറച്ച് വലിയ രീതിയിലുള്ള വൈൻസ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? പിന്നെ നമുക്ക് ഇവിടെ ഒരു 2 ലൈന് വരച്ച് കൊടുക്കാം. കർവ് രൂപത്തിൽ 2 ലൈന് വരച്ച് കൊടുക്കാം. അതിൽ 2 ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. ഈ ഒരു എലമെൻറ്റ്സ് വരയ്ക്കുമ്പോൾ കണ്ടില്ലേ? ഇനി നമുക്കിതാ ഇതുപോലെ ടിയർ ഡ്രോപ്സിനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ ഈ ഒരു ഡിസൈനാണ് പഠിച്ചത്, ഈ ഒരു ഫ്ലോറലാണ് പഠിച്ചത്. 13ാമത്തെ ഫ്ലോറലാണ് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ ആദ്യം സേൾ വരച്ചു. സേൾ വരച്ചതിന് ശേഷം അതിന് ഇങ്ങനെ പെറ്റൽസ് കൊടുത്തിട്ട് അത് ബോൾഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ചുറ്റും വീണ്ടും പെറ്റൽസ് കൊടുത്തിട്ട് ബോൾഡ് ചെയ്ത് കൊടുത്തു. ശേഷം അതിൻ്റെ ഒരു ഗ്രൂപ്പ് വരച്ചു. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ എലമെൻറ്റ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരക്കാം കേട്ടോ. ഏത് ഡിസൈൻ നമുക്ക് ഏത് എലമെൻറ്റ്സും വരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.